ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. നമ്മളെല്ലാവരും ഇപ്പം ലൊക്കേഷന്, അതുപോലെ ഒരു സ്ഥലത്തേക്ക് വഴി അറിയില്ലെങ്കിൽ അതേക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, നീ അങ്ങോട്ടുള്ള ലൊക്കേഷൻ ഒന്ന് അയച്ചു തരുമോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. ഈ അങ്ങോട്ട് എന്നുള്ളതിന് നമുക്ക് അവിടുത്തെ പ്ലേസ് അറിയെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പോകാൻ ഉദ്ദേശിച്ച സ്ഥലം അറിയെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. നീ അങ്ങോട്ടുള്ള ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നു. നമ്മളെല്ലാവരും ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണിത് അല്ലേ. നീ അങ്ങോട്ടുള്ള ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ചു തരുമോ, എനിക്ക് അയച്ചു തരുമോ. ക്യാൻ യു സെൻഡ് മീ അല്ലേ. ക്യാൻ യു സെൻഡ് മീ യുവർ ലൊക്കേഷൻ. ക്യാൻ യു സെൻഡ് മീ യുവർ ലൊക്കേഷൻ. ഇവിടെ യുവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരുമോ. ഇനി അങ്ങോട്ടുള്ള എന്ന് പറയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവസാനം എന്ത് യൂസ് ചെയ്യാം? ദർ എന്ന് യൂസ് ചെയ്യാം. നിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലെന്തായി? അങ്ങോട്ടുള്ള ലൊക്കേഷൻ എന്നായി അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റുന്നത് എന്താണ്? ക്യാൻ യു സെൻഡ് മീ യുവർ ലൊക്കേഷൻ. നീ നിന്റെ ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ചു തരുമോ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പം നമ്മളൊരാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, നിഷയുടെ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ ഒന്ന് നീ അയച്ചു തരുമോ അല്ലേ. നിഷയെ നമുക്കറിയാം, പക്ഷെ അവരുടെ വീട്ടിലേക്ക് പോകാൻ നമുക്കറിയില്ല. അപ്പം നമ്മൾ പറയുകയാണ്, നിഷയുടെ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കുക. ക്യാൻ യു സെൻഡ് മീ ദ ലൊക്കേഷൻ ടു നിഷാസ് ഹൗസ്. ക്യാൻ യു സെൻഡ് മീ ദ ലൊക്കേഷൻ ടു നിഷാസ് ഹൗസ്. നിഷയുടെ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാമോ അല്ലെങ്കിൽ അയച്ചു തരുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വേണമെങ്കിൽ നമുക്കവിടെ കുഡ് യൂസ് ചെയ്തും ചോദിക്കാം കേട്ടോ. കുഡ് യു പ്ലീസ് സെൻഡ് മീ ദ ലൊക്കേഷൻ ടു നിഷാസ് ഹൗസ് എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ്, നീ നിഷയുടെ വീട് കണ്ടിട്ടുണ്ടോ. നീ നിഷയുടെ വീട് കണ്ടിട്ടുണ്ടോ എങ്ങനെ ചോദിക്കുക? ഹാവ് യു സീൻ നിഷാസ് ഹൗസ്. ഹാവ് യു സീൻ നിഷാസ് ഹൗസ്. നീ നിഷയുടെ വീട് കണ്ടിട്ടുണ്ടോ. ഓക്കെ, നെക്സ്റ്റ്. നാളെ നിഷയും കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. നാളെ നിഷയും കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. എങ്ങനെ പറയുക? നാളെ വരുന്നുണ്ട് എന്നാണ്. അപ്പോഴും നമ്മൾ എന്താ പറയേണ്ടത്? ടുമോറോ നിഷ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ കമ്മിങ് ഹിയർ. ടുമോറോ, നാളെ നിഷയും കൂട്ടുകാരും എന്നാണ്. അപ്പം നിഷ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ കമ്മിങ് അല്ലേ ഹിയർ. അപ്പോൾ നാളെ നിഷയും കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ടുമോറോ നിഷ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ കമ്മിങ് ഹിയർ. ഓക്കെ, നെക്സ്റ്റ്. അവർ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്. നിഷയും ഫ്രണ്ട്സും ആയിരിക്കാം, വേറെ ആരെങ്കിലും ആയിരിക്കാം, ആരോ ആവട്ടെ. അവർ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ, അവർ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും കേട്ടോ. വേർ ആർ ദേ സ്റ്റേയിങ് നൗ. വേർ ആർ ദേ സ്റ്റേയിങ് നൗ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വേർ ആർ ദേ ലിവിങ് നൗ എന്ന് ചോദിക്കാം. ഇവിടെ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരമായൊരു താമസിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ നമ്മൾ താൽക്കാലികമായി താമസിക്കുന്നതിനാണ് സ്റ്റേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാം, വേർ ആർ, അവർ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേർ ആർ ദേ സ്റ്റേയിങ് നൗ അല്ലേ. അതല്ല അവർ സ്ഥിരമായുള്ള താമസമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ വേർ ആർ ദേ ലിവിങ് നൗ എന്ന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ ഒരു കാര്യം നമ്മളൊരാളോട് ഏറ്റെടുക്കാൻ പറയാം. ഒരു പ്രോഗ്രാമിൻ്റെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ കാര്യമാവട്ടെ, നമ്മളൊരാളെ ഏൽപ്പിക്കുകയാണ്. അപ്പം നമ്മൾ പറയാറുണ്ട്, നീ ഇത് ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കണം അല്ലേ. റെസ്പോൺസിബിലിറ്റി വേണം ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നീ ഇത് ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കണം എന്നുള്ളത് നമ്മളൊരാളോട് എന്ത് ചെയ്യാണ്? അഡ്വൈസ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഷുഡ് ആണ് അല്ലേ. യു ഷുഡ് ടേക്ക് ദിസ് അപ്പ് റെസ്പോൺസിബിലിറ്റി. യു ഷുഡ് ടേക്ക് ദിസ് അപ്പ് റെസ്പോൺസിബിലിറ്റി. ഇവിടെ യു ഷുഡ് ടേക്ക് ദിസ് അപ്പ് റെസ്പോൺസിബിലിറ്റി. നീ ഇത് ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കണം. ഓക്കെ, നെക്സ്റ്റ്.
വൈകുന്നേരം 3 മണിക്ക് ട്രെയിൻ പുറപ്പെടും, അപ്പോഴേക്കും എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. സിമ്പിളാണ് അല്ലേ? വലിയ സെൻറ്റൻസ് ആണ്, പക്ഷെ സിമ്പിളാണ്. വൈകുന്നേരം 3 മണിക്ക് ട്രെയിൻ പുറപ്പെടും, അപ്പോഴേക്കും എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. സിമ്പിളായി പറയാം. അപ്പോൾ 3 മണിക്ക് ട്രെയിൻ പുറപ്പെടും എന്നുള്ളത് എങ്ങനെ പറയാം? The train will leave at 3 p.m. The train will leave at 3 p.m. അല്ലേ? വൈകുന്നേരം 3 മണിക്ക് ട്രെയിൻ പുറപ്പെടും. I have to reach the railway station by then. അപ്പോഴേക്കും എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. നെക്സ്റ്റ്, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇന്നലെയാണ് വന്നത്. കഴിഞ്ഞു പോയ കാര്യമാണല്ലേ. അപ്പം ഞങ്ങളാണ് സബ്ജക്റ്റ്. We came from Thrissur to Kozhikode yesterday. ഇന്നലെയാണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നത്. നീ അവൻ്റെ ഫോട്ടോയൊക്കെ ഞാനൊന്ന് കാണട്ടെ. അല്ലേ? നമ്മുടെ ഒരു ഫ്രണ്ട് ആവാം, റിലേറ്റീവ്സ് ആവാം. നമ്മൾ പറയാറുണ്ട്, കാണാത്ത ഒരാൾ അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ചോദിക്കാം, നീ അവൻ്റെ ഫോട്ടോ ഒന്ന് വിട്, ഞാനൊന്ന് കാണട്ടെ എന്നെങ്ങനെ പറയാ? യു സെൻഡ് മീ ഹിസ് ഫോട്ടോ. ഇനി ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് യു ഇല്ലേലും കുഴപ്പമില്ല കേട്ടോ. സെൻഡ് മീ ഹിസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ നീ അവൻ്റെ ഫോട്ടോ അയക്കൂ എന്നാണ്. ഞാനൊന്ന് കാണാം. യു സെൻഡ് മീ ഹിസ് ഫോട്ടോ, ലെറ്റ് മീ സീ ഇറ്റ്. ഞാനൊന്ന് കാണട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഐ വോണ്ട് ടു സീ ഇറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ലെറ്റ് മീ സീ ഇറ്റ്, ഞാനൊന്ന് കാണട്ടെ. ഓക്കെ. നെക്സ്റ്റ്, നീ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. When did you sleep yesterday? നീ ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്? നെക്സ്റ്റ്, ഞാൻ ഇന്നലെ 11 മണിക്കാണ് ഉറങ്ങിയത്. ഇന്നലത്തെ കാര്യമാണ്. അപ്പോൾ ഉറങ്ങുക എന്നുള്ളതിൻ്റെ V2 ആണ് സ്ലെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം I slept at 11 o'clock yesterday. ഞാൻ ഇന്നലെ 11 മണിക്കാണ് ഉറങ്ങിയത്. നെക്സ്റ്റ്, നീ കുറേ നേരമായല്ലോ മുടി ചീകുന്നു, ഇതുവരെ കഴിഞ്ഞില്ലേ? നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. നീ കുറേ നേരമായല്ലോ മുടി ചീകുന്നു, ഇതുവരെ കഴിഞ്ഞില്ലേ എന്നെങ്ങനെ ചോദിക്കുക? യു ഹാവ് ബീൻ, ചീകുക കോംബ് എന്നാണ് കേട്ടോ. അപ്പം ചീകുന്നത് എന്നാണ്. ഹാവ് ബീൻ വരുമ്പോൾ ING ഫോം ആണ്. അപ്പോൾ യു ഹാവ് ബീൻ കോംബിങ് യുവർ ഹെയർ ഫോർ എ വൈൽ. അല്ലേ? ഫോർ എ വൈൽ, നീ കുറേ സമയമായല്ലോ മുടി ചീകുന്നു, ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹാസിൻറ്റ് ഇറ്റ് ഫിനിഷ്ഡ് യെറ്റ്. ഇവിടെ ഹാസിൻ്റെ ആണ്, കാരണം ആ ഒരു പ്രവൃത്തി കഴിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഹാവ് യു ബീൻ കോംബിങ് യുവർ ഹെയർ ഫോർ എ വൈൽ, ഹാസിൻറ്റ് ഇറ്റ് ഫിനിഷ്ഡ് യെറ്റ്. ഓക്കെ. നെക്സ്റ്റ്, ആ ബസ്സിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. നമ്മൾ പറയാറുണ്ട് ബസ്സിൽ കയറുക ബോർഡ് എന്ന് യൂസ് ചെയ്യുക, ഗോട്ടൺ എന്നൊക്കെ യൂസ് ചെയ്യുക. അപ്പം ഞാൻ കയറിയിട്ടില്ല എന്നാണ്. അപ്പം ഐ ഹാവിൻറ്റ് ബോർഡഡ് ദ ബസ് യെറ്റ്. ഞാൻ ആ ബസ്സിൽ ഇതുവരെ കയറിയിട്ടില്ല. അല്ലേ? പലതരത്തിലുള്ള ബസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇനി ബസ്, കാറ്, ബൈക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് ആ ബസ് എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഐ ഹാവിൻറ്റ് ബോർഡഡ്, ഞാൻ കയറിയിട്ടില്ല, ദാറ്റ് ബസ് യെറ്റ്, ആ ബസ്സിൽ ഇതുവരെ യെറ്റ്. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നിങ്ങൾക്കുള്ളൊരു സെൻറ്റൻസ് ആണ്, നാളെ എനിക്ക് 2 കല്യാണമുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ കഴിയില്ല. പക്ഷേ എനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.